ഹായ് ഹായ് ഹായ്. അപ്പോൾ കണ്ണൊന്ന് വിരിയിക്കാൻ ഇന്ന് പാടുപെട്ട് എണീറ്റ് വരുന്ന വരവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നേരം വെളുത്തായിരുന്നു, നന്നായിട്ട് നേരം വെളുത്തായിരുന്നു. എന്നാലും എനിക്ക് എൻ്റെ കണ്ണൊന്ന് വിരിയിക്കാൻ ഞാൻ പെട്ട പാട് അമ്മേ ഓർക്കാൻ കൂടി വയ്യ. അത്രയ്ക്ക് ക്ഷീണമായിരുന്നു. എൻ്റെ ദൈവമേ എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നൊരു ചിന്തയായിരുന്നേ. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മളിവിടെ ഇല്ലാത്തത് കൊണ്ട് നടക്കാൻ പോകും, ജോഗിങ്ങും ഒന്നും നടന്നിട്ടില്ല. ഇവിടുന്ന് പോയപ്പം വന്നിട്ട് രാവിലെ ആയിട്ട് നടക്കാൻ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്ന, പക്ഷേ എൻ്റെ ദൈവമേ 2-3 ദിവസത്തേക്കുള്ള നടത്തം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് നടന്ന് തീർത്തിട്ട് വരുന്ന വരവാണ് കേട്ടോ. എൻ്റെ ദൈവമേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി. കാരണം ഇന്ന് അപ്പൂന് ക്ലാസ് ഉണ്ട്, പള്ളിക്കൂടത്തിൽ പോകണം. അതിനിടയ്ക്ക് രാവിലെ അവളുടെ ബെൽറ്റ് കണ്ടില്ല എന്നും പറഞ്ഞ് കിടന്ന് ബഹളമായിരുന്നു. എൻ്റെ മുറി കണ്ടോ കിടക്കണത്? എൻ്റെ മുറിയല്ലേ, തപ്പൂൻ്റെ മുറി ആകെ അലങ്കോളമായിട്ട് കിടക്കണത്. ഈ കുഞ്ഞിതല്ലേ, ഈ അലമാരിൽ ഷർട്ടിനകത്ത് കയറി ഇരിക്കണതാണ് കേട്ടോ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കണത്. ഇവരെല്ലാവരും പോയി കഴിഞ്ഞാൽ ഇനി എൻ്റെ പണിയാണ് ഈ കിടക്കണത് മുഴുവൻ. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അയ്യോ, ആ അലമാരയുടെ മണ്ടയിൽ അവൻ കയറിയിട്ട് അതിൻ്റെ മണ്ടയിൽ കൊണ്ട് വെച്ചേക്കുമായിരുന്നു അവക്കടെ ബെൽറ്റ്. അങ്ങനെ അവനെ വഴക്ക് പറഞ്ഞപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് ഒരൊറ്റ ഓട്ടം. പിന്നെ അടുക്കള കയറി ചായയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ദൈവമേ പഞ്ചസാര തീർന്നല്ലോ, അതായത് ടിന്നിനകത്തൊക്കെ എടുത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. സമയമില്ലാത്ത സമയത്ത് എന്തോരം പണി ചെയ്താലും നമുക്ക് തീരത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ പഞ്ചസാരയൊക്കെ എടുത്ത് പറക്കി അതിനകത്ത് ടിന്നിനകത്തൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ ഇന്ന് രാവിലെ ഇഡ്ഡലി സാമ്പാറുമാണ് ഉണ്ടാക്കിയത്. അപ്പൂന് ഇഡ്ഡലി സാമ്പാറുമാണ് രാവിലെ കൊടുത്തു വിട്ടത്. അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, ഇങ്ങനെ സമയമില്ലാത്ത ഓട്ടമല്ലേ. പോകുന്നതിന് മുമ്പേ തലേദിവസമേ ഞാൻ അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വന്നിട്ട് എളുപ്പമുണ്ടായിരുന്നു കുതിരാനൊക്കെ. കുതിർന്നിരിക്കുമായിരുന്നു, അതുകൊണ്ട് വേഗം അരച്ച് വെച്ചു. രാവിലെ ഈ സാമ്പാറും ഉണ്ടാക്കി. എൻ്റെ ദൈവമേ ഇഡ്ഡലി സാമ്പാർ തന്നെ കൊത്തിയായിട്ട് മേലായിരുന്നു. രാവിലെ ഇന്ന് എല്ലാം ഒരു ഫ്ലോപ്പ് മണ്ടേ ആയിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് എൻ്റെ കുക്കറിൻ്റെ അടപ്പ് പോയി. അടപ്പ് നേരത്തെ പോയതാണ് എൻ്റെ വാഷർ. അത് കടയിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും പറഞ്ഞു എൻ്റെ അടപ്പും കൂടെ കൊണ്ടുവന്നെന്ന്. അങ്ങനെ അടപ്പും കൂടെ കൊടുത്ത് വിട്ട് ഞാൻ പാക്ക് ചെയ്തെല്ലാം കൊടുത്തോട്ട് ഞാൻ ദൈവത്തെ ഓർത്ത് മറന്നു പോകരുതെന്നും പറഞ്ഞാണ് കൊടുത്തു പറഞ്ഞത്. എവിടെ മറന്നു പോയിട്ട് ഇങ്ങനെ വൈകുന്നേരം വരും, എടി ഞാൻ മറന്നു പോയിടി എന്നും പറഞ്ഞ് അതിന് ഞാൻ തന്നെ കൊണ്ട് കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ അഭിത്തേനും ഫുഡൊക്കെ കൊടുത്ത് രാവിലെ ജോലിക്കായിട്ട് അങ്ങ് ഇറങ്ങി കേട്ടോ. ഹെൽമെറ്റും ഫോണും നമ്മൾ കയ്യിലേക്ക് തന്നെ എടുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ രണ്ടും മറന്നു പോകും. ഹെൽമെറ്റ് പിന്നെ കൂടുതൽ മറക്കാറില്ല, പക്ഷേ ഫോൺ എവിടെ കൊണ്ട് വെച്ചാലും മറന്നു പോകും. ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, അത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പൊക്കോളും. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് പിന്നെ തിരിച്ച് വരവാണ് പണി. പിന്നെ ഞാനും ആ പാത്രത്തിലേക്ക് തന്നെ അതായത് 2 ഇഡ്ഡലി ഉണ്ടായിരുന്നു. അപ്പോൾ കാസറോളിൽ 2 ഉണ്ടായിരുന്നു, ബാക്കി അപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുക്കാൻ മടിയായിട്ട് 2 എടുത്തിട്ട് നിറയെ സാമ്പാർ ഒഴിച്ചു. സാമ്പാർ എന്ന് എനിക്ക് ജീവനാണ്, പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ. അപ്പോൾ നിറയെ സാമ്പാർ ഒഴിച്ചിട്ട് ഇഡ്ഡലി മുങ്ങിക്കിടക്കണം, എനിക്ക് മുങ്ങി തപ്പി എടുക്കണം ഇഡ്ഡലി അതിനകത്ത്, അതായത് മുങ്ങി ചാകണം ഇഡ്ഡലി അതിനകത്ത് കിടന്ന്. അപ്പോഴത്തേക്കും ആ കുഞ്ഞൻ ഒരു ബാർബി ആയിട്ട് അവക്കടെ ബാർബി അവൾ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ട് പോയതാണേ. അപ്പോൾ ഇവനെ കാണാതെ എടുത്ത് വെച്ചിട്ട് പോകണമാണ്. ഇവൻ തപ്പി എടുത്ത് ബാർബിയൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുണുങ്ങുന്ന വയറ് നിറച്ച് ഇഡ്ഡലി സാമ്പാറും രാവിലെയും കഴിച്ച്. ഞാൻ ഓർക്കുമായിരുന്നത് ഞാൻ എങ്ങനെ അടിച്ചിട്ടിട്ട് പോയ മുറ്റോ എൻ്റെ ഭഗവാനേന്ന്. ഇതിങ്ങനെ ഇച്ചിരി വൃത്തിയായിട്ട് കിടക്കണം കേട്ടോ. രാത്രിയിൽ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറച്ചങ്ങ് അടിച്ചങ്ങിട്ടായിരുന്നു, കാരണം നല്ല കാറ്റായിരുന്നു. അവിടെ നിൽക്കണേ മഹാഗണിയുടെ ഇല മുഴുവൻ ഉണ്ടായിരുന്നു മുറ്റത്തോടെ. രാത്രിയിൽ ഒന്ന് പയ്യൊന്ന് കിള്ളി ഇട്ടായിരുന്നു എല്ലാം കൂടെ, അല്ലെങ്കിൽ വീട് ഏതാ മുറ്റം ഏതാന്ന് അറിയത്തില്ലാത്ത രീതിയിലായിരുന്നു ഇല. കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു ഇന്റർലോക്കിൽ ആ ബ്രഷ് എടുത്തൊന്ന് കിള്ളി ഇടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ വേഗം കിള്ളിയൊക്കെ ഇട്ട് തന്നു കേട്ടോ. പിന്നെ മുറ്റത്തുള്ളത് ഞാൻ തന്നെ അടിച്ചങ്ങ് വാരി. പൊടിയോ എൻ്റെ ദൈവമേ അൺസഹിക്കബിൾ ആയിരുന്നു. പിന്നെ ടബിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഇടയ്ക്കുമ്പോഴേക്കും തളിച്ചു കൊടുത്തു, എന്നാലും ഒരു കാര്യവും ഇല്ല. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മിറ്റമൊക്കെ ഇങ്ങനെ വട്ട് കടിച്ചതുപോലെ ആയി പോവും. അങ്ങനെ മുറ്റടിക്കലും വാരലും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞ് ഞാൻ എവിടെ നിന്നെങ്ങാണ്ടോ ഞാൻ തപ്പി പറിക്കാൻ എനിക്കൊരു ഷിമ്മിക്കൂട് കിട്ടിയിട്ടോ. കാരണം ഷിമ്മിക്കൂട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കില്ലല്ലോ, ഹരിതകർമ്മല ചേച്ചിമാർ വരുമ്പോൾ കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറേ അന്വേഷിച്ചിട്ട് എനിക്കൊരു പൊട്ടിയ വള്ളിയൊക്കെ ഒന്നും പൊട്ടിയ ഒരു ഷിമ്മിക്കൂട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് പകുതിയോളം ചവറ്, അതായത് നമ്മൾ കരിയിലയും നിറച്ചു, പിന്നെ മണ്ണൊക്കെ നിറച്ച് ഒരു സൂത്രം നടാനാണേ. സൂത്രം എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ കണ്ടില്ല, ഞാൻ പുളിയാരില പറിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ അത് വേരോടുകൂടിയാണ് കുറേ കിട്ടിയത്. അപ്പോൾ അവിടെ കൊണ്ട് നട്ട് വെക്കടി എന്ന് പറഞ്ഞ് എനിക്ക് തന്നതാണ്. പിടിക്കുമില്ലെന്നൊന്നും അറിയത്തില്ല, നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. അതാണല്ലോ അതിൻ്റെ ഒരു ശരി.
കണ്ടോ എൻ്റെ മുളക് കൊള്ളാമോ? പോകാൻ നേരത്തെ ഇത്രയും കായ ഉണ്ടോയെന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ. ഇത് ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന സാധനം പാകി മുളപ്പിച്ചതാണ് കേട്ടോ. നന്നായിട്ട് ഒട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷേ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. വളവും കൂടെ, അതായത് കോഴിവളമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നനച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പുളിയാരിയിലെ തലേദിവസം കൊണ്ടുവന്ന് ഈ വെള്ളത്തിലേക്ക് ഇട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ തണുപ്പുള്ള പ്രദേശമല്ലേ. എന്നിട്ട് ഞാൻ വെള്ളത്തിൽ നിന്ന് എടുത്ത് വേഗം മണ്ണിനകത്തേക്ക് കയ്യോട് തന്നെ ഇങ്ങനെ നട്ടു വെച്ച്. ഇനി വല്ല വാടിപ്പോവോ ചീഞ്ഞു പോവുകയോ ചെയ്താൽ പോയില്ലേ, ഇനി നമ്മൾ അത് പറിക്കാൻ തന്നെ പക്ഷേ പോവേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കയ്യോട് തന്നെ അതൊക്കെ അങ്ങ് പടപടാന്നങ്ങ് നട്ടങ്ങ് വെച്ചു. എന്നെ കാണാത്തോണ്ടാണോന്ന് അറിയാൻ പാടില്ല, എൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ വൃക്ഷങ്ങൾ, അതായത് പൂവും കായും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഒരു ദിവസത്തെ യാത്രയിൽ എനിക്ക് ഒരു 2 ബക്കറ്റ് തുണി മിനിമം. ഈ ബക്കറ്റിലിരിക്കണ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പോകുന്നതിന് തലേ ദിവസം വണ്ടി ചുമ്മാ ഒന്ന് വെള്ളം ഒഴിച്ചിടാന്നോർത്ത് ഞാനൊന്ന് കഴുകാൻ ഇറങ്ങിയതാണ്. പിന്നെ സമയം പോയത് അറിഞ്ഞില്ല. പുറം മാത്രം കഴുകണം എന്നോർത്ത് പിന്നെ അകം എല്ലാം കൂടെ കഴുകി ഇറങ്ങിയപ്പോഴത്തേക്ക് സമയം പോയി. പിന്നെ അന്ന് അലക്കാൻ പറ്റിയില്ല. അപ്പോൾ അന്നത്തെ തുണിയാണ് ബക്കറ്റിലിരിക്കണത്, തലേ ദിവസത്തെ. പിന്നെ ഇത് പോയിട്ട് വന്നിട്ടും അവിടെ നെറ്റിക്കിട്ടതും സാധന സാമഗ്രികൾ ഫുള്ളാണ് ഈ കിടക്കുന്നത്. ഒരു രക്ഷയില്ല എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെ അലക്കുമോ? അപ്പോൾ എൻ്റെ അലക്ക് സ്റ്റോറി കേട്ടല്ലോ അല്ലേ. ഒരു ദിവസത്തെ തുണിക്കാണ് 9 ദിവസത്തെ തുണി എടുത്തുകൊണ്ട് പോയത്. അത് മുഴുവൻ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേരെ സാധനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ എൻ്റെ മുറ്റമൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാമോ? എല്ലാം അടിച്ച് വാരിയിട്ട് വൃത്തിയായിട്ടോ ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ഒരു സുഖം. പിന്നെ അങ്ങോട്ട് അലക്കാൻ അങ്ങ് തുടങ്ങിയിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ തുണി കൂട്ടിയിട്ടാലും പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ അലക്കാൻ വേണ്ടി തുണി ടബിനകത്തേക്ക് അങ്ങ് മുക്കി വെച്ചു. സോപ്പൊക്കെ ഉണങ്ങി വട്ട് കടിച്ചിരിക്കുക. അപ്പോൾ സോപ്പും കൂടെ കുതിരാൻ വേണ്ടി ഞാൻ ടബിനകത്തേക്ക് അങ്ങ് വെച്ചു. അതിനിടയ്ക്ക് എനിക്കൊരു നല്ലൊരു ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ മുക്കി വെച്ചിട്ട് അത് കുറച്ചൊക്കെ കുത്തിപ്പിഴിഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ പോയി നല്ലൊരു ചായ ഉണ്ടാക്കിട്ടോ. അപ്പോൾ അലക്കും ചായ കുടിയും. അപ്പോൾ അങ്ങനെ സുഖമായിട്ട് അലക്കും ചായ കുടിയൊക്കെ ആയിട്ട് എൻ്റെ പരിപാടി അങ്ങ് തുടർന്നു. അങ്ങ് അലക്കുമ്പോൾ ചായ കുടിക്കാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ നല്ല തണുത്തിരിക്കണ വെള്ളവും നല്ല ചൂട് ചായ ഉള്ളിലും അടിപൊളി. എൻ്റെ അലക്കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകം ഗുണം കിട്ടുന്നുണ്ടോ? ഇല്ല, ഒന്നും കിട്ടാനില്ല. അപ്പോൾ ടാറ്റ ബൈ ബൈ. ചുമ്മാ പറയുന്ന കേട്ടോ ഞാൻ. അപ്പോൾ ബൈ.